നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്? ഒരു വ്യക്തി നിലവിലെ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും അയാൾക്ക് അവിടെയുള്ള വേജ് റേറ്റിൽ നിലവിലുള്ള വേജസ് വ്യവസ്ഥയിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും അയാൾക്ക് ആ ജോലി തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? Those who are willing to work at the current wage rate but they fail to find a job. അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. നിലവിലെ വ്യവസ്ഥ പ്രകാരം എത്രയാണോ വേജ് റേറ്റ് വെച്ചിരിക്കുന്നത് ആ നിലവിൽ ജോലി ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കൂടി അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള ജോലി ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു നിരക്കിൽ പറയുകയാണെന്ന് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പറയാം? ദ ഹ്യൂജ് വേസ്റ്റേജ് ഓഫ് മാൻ പവർ റിസോഴ്സസ്. അതെങ്ങനെയാണ്? മാൻ പവർ റിസോഴ്സസ് നമ്മൾ നേരെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാൻ തയ്യാറാണ്, അവിടെ മാൻ പവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അവർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ വേസ്റ്റേജാണ് നടക്കുന്നത്. വേസ്റ്റേജ് ഓഫ് മാൻ പവർ റിസോഴ്സസ്, അത് നമ്മൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായിരിക്കും? അവരുടെ ഏണിംഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അവർ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടും കൂടി വർക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഏണിംഗ് എന്നുള്ളതും കുറവായിരിക്കും. ആൻഡ് നമ്മൾ എക്കോണമിയിൽ ഹോളായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻ പവർ റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് ആർ ദോസ് ഹു ആർ കറൻ്റ്ലി നോട്ട് വർക്കിംഗ് ബട്ട് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ഡു വർക്ക് ഫോർ പേ, കറൻ്റ്ലി അവൈലബിൾ ടു വർക്ക് ആൻഡ് ഹാവ് ആക്റ്റീവ്ലി സെർച്ച്ഡ് ഫോർ വർക്ക്. നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടി നിലവിലുള്ള വ്യവസ്ഥയിൽ ജോലി കിട്ടുന്നില്ല, ഫെയിൽ ടു ഫൈൻഡ് എ ജോബ് എന്നുള്ള അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക? ജോബ് തിരഞ്ഞ് നടക്കുന്നവരുടെക്കാളും ജോബ് തിരഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെക്കാളും എണ്ണത്തിലും കുറവായിരിക്കും ഈ ജോബിൻ്റെ അവൈലബിലിറ്റി. അതായത് ജോബ് വാക്കൻസി എന്ന് പറയുന്നത് ജോബ് അന്വേഷിക്കുന്നവരിനേക്കാളും കുറവായതുകൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള സിറ്റുവേഷൻ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് നോക്കാം. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞു ട്രേഡ് സൈക്കിൾ ഉണ്ടാവും, അഥവാ ബിസിനസ് സൈക്കിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ്? എക്കോണമി ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ബൂം എന്ന സ്റ്റേജിലെത്തുകയും പിന്നീട് റിസഷൻ, ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലെത്തുകയും വീണ്ടും പീക്കിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിപ്രഷൻ, റിസഷനൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, എംപ്ലോയ്മെൻറ്റ് അവിടെ കറക്റ്റായിട്ട് ഉണ്ടാവില്ല, ഏർണിങ്സും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ മൂലമുണ്ടാവുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ഒരു പ്രത്യേക സീസണുകളിൽ മാത്രമായിരിക്കും അവിടെ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ടാവുക. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ അവർ വർക്ക് ചെയ്യുകയും ആ സീസണിന് ശേഷം അവർക്ക് ജോലി ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതിനൊരു ഉദാഹരണമാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. മൺസൂണുള്ള സമയങ്ങളിലൊക്കെയും, അതായത് കൃഷി ചെയ്യേണ്ട സമയങ്ങളിൽ കൃഷി ചെയ്തിട്ട് അത് കഴിഞ്ഞ് വെച്ചാൽ ആ സീസൺ കഴിഞ്ഞ് വെച്ചാൽ അവർ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരെന്താണ്? അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് പോയ ഏരിയയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതലുള്ളത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല, അവിടെ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഇൻവിസിബിളായിട്ട് എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ 50 പേര് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 പേര് നിന്ന് വർക്ക് ചെയ്യുമ്പോഴും അതേ 100 യൂണിറ്റാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ 100ൽ കുറവായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ എന്താണ്? ആ ലേബേഴ്സിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് സീറോയോ ഇല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കും. കാരണം അവിടെ ജോലി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയാം? അവിടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇതിനെ നമുക്ക് കൺസീൽഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ അപ്പാരൻ്റ് അൺഎംപ്ലോയ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഹിഡൻ അൺഎംപ്ലോയ്മെൻ്റ് എന്നോ ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ പറയാം. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണെന്ന് പറഞ്ഞു. ഇനി ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വരുന്ന, ഇല്ലെങ്കിൽ ടെക്നോളജിക്കൽ പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ്
ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. A certain changes in the method or techniques of a production which may lead to create unemployment in that sector. അപ്പോൾ അതിന് നമുക്ക് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ആൻഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ഒരു വ്യക്തി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലി തിരഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് മറ്റൊരു ജോലി ഫൈൻഡ് ചെയ്യുന്നവരേക്കും അയാൾ അൺഎംപ്ലോയ്ഡ് ആണ്. ആ ഷോർട്ട് ടേം പീരിയഡിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ സമയത്തുണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അടുത്തത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറിലും ഉണ്ടാകുന്ന മിസ്മാച്ച് മൂലം എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര സ്കിൽഡാണ്. അയാൾ അവിടെ ഈ രീതിയിലുള്ള എംപ്ലോയ്മെൻ്റാണ് പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കമ്പനിയിൽ വേണ്ടത് കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ ഉള്ള ഒരു വ്യക്തിനെയാണ്. അപ്പോൾ അവിടെ ആ കമ്പനിക്ക് വേണ്ടത് ഒരു ടെക്നിക്കൽ സ്കില്ലുള്ള വ്യക്തിയും അവിടെ ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ആൾക്ക് പേപ്പർ ബേസിസ് ഉള്ള ആളുമാണ്. അപ്പോൾ ഇവിടെയുള്ള ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും തമ്മിലുള്ള ആ മിസ്മാച്ച് മൂലം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, അവിടെ സ്കിൽ ഗ്യാപ്പിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ സ്കിൽ ഗ്യാപ്പ് എന്നും പറയാൻ പറ്റും. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്? വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നിലവിലുള്ള വേതന നിരക്കിൽ നിലവിൽ അയാൾക്ക് ജോലി അവൈലബിൾ ആണ്, പക്ഷേ ആ വേതനത്തിൽ വേജ് റേറ്റിൽ അയാൾ ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതിനെയാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. വെൻ ദ ലേബർ ആർ അൺവില്ലിംഗ് ടു വർക്ക് അറ്റ് ദ എക്സിസ്റ്റിംഗ് വേജ് റേറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. ഈ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിൽ അയാൾക്ക് ജോലി കിട്ടുന്നുണ്ട്, പക്ഷേ അയാൾ 500 രൂപയെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പക്ഷേ അയാൾക്ക് കിട്ടുന്നത് വെറും 250 എന്നുള്ള ആ സാഹചര്യത്തിൽ അയാൾ ആ ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അതുമൂലം അവിടെ അയാൾ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തി ജോലി ചെയ്യാൻ തയ്യാറാണ്, നിലവിലുള്ള വേജ് റേറ്റ് എത്രയാണോ പറയുന്നത് അത്രയും, പക്ഷേ എന്നിട്ടും അയാൾക്ക് ആ ജോലി കിട്ടുന്നില്ല. തിരഞ്ഞു പോകുമ്പോൾ ജോലി കിട്ടുന്നില്ല, അതിന് ആവശ്യത്തിനുള്ള ജോലി കിട്ടുന്നില്ല എങ്കിൽ അതിനെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. ആൻഡ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവർ സ്റ്റിൽ ഇൻ ജോബ്ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. ജോബ്ലെസ്നെസ് എമംഗ് ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഈസ് കോൾഡ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. എന്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്? അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നിലവിൽ വേജ് വ്യവസ്ഥ പ്രകാരം അയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി ആ ജോലി ചെയ്യുന്നത് അവരുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചിട്ടുള്ളതല്ല, അവരുടെ ക്വാളിഫിക്കേഷന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലിയല്ല ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയം മൂലം എക്കോണമിയിലുള്ള സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയം കൊണ്ടുണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇപ്പോൾ അവിടെ ഒരു എക്കോണമിയിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷേ എങ്കിലും അവിടെ ലേബർ സൈസ് അതായത് എക്കോണമിയിൽ ജോലി ചെയ്യുന്നവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലാർജ് റിസർവ് ആർമി ഓഫ് ലേബർ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, പക്ഷേ അവിടെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുകയില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് മാർക്സിയൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്നും പറയാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ലാർജ് റിസർവ് ആർമി ഓഫ് ലേബർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് നമ്മളുടെ ഈ എക്കണോമിക് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2004-05 എന്നുള്ള കാലഘട്ടത്തിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു വർഷത്തിലെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 0.5 ആയിരുന്നു. എല്ലാ വർഷവും കൂടുമ്പോഴും 0.5 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഇത് 2011 ആകുമ്പോഴേക്കും 2011-12 എന്ന കാലഘട്ടം ആകുമ്പോഴേക്കും കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് 2.8 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇൻക്രീസ് ചെയ്യുന്നത് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരിനേക്കാളും കുറവാണ്. ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് ഇറ്റ്സ് റിയലി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ്. ആൻഡ് ജോബ് വാക്കൻസീസ് അവിടെ കൂടുതലാണ്, പക്ഷേ ജോബ് അവിടെ കിട്ടുന്നില്ല.
ആൻഡ് ജോബ് സീക്കേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ ഗ്രോത്തിനേക്കാളും വളരെ അധികമാണ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് പോപ്പുലേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. ആൻഡ് നമ്മളുടെ ഒരു ആധികാരികമായിട്ടുള്ള കണക്കെടുപ്പാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറച്ച് മെഷർ ചെയ്യുന്നത് 3 ടൈപ്പാണുള്ളത്. യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്, കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്, കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ 3 ടൈപ്പിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് അതെന്താണെന്ന് വെച്ചാൽ അതിലെങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു വർഷത്തിൻ്റെ, അതായത് 365 ദിവസങ്ങളിൽ ഒരു മേജർ പോർഷനും അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 365 ദിവസത്തിൽ 180 ദിവസത്തോളം ആ വ്യക്തിക്ക് ശരിയായിട്ടുള്ള കാര്യമായിട്ടുള്ള ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കും. ആ വ്യക്തിയെ അൺഎംപ്ലോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രകാരം ആ മെഷർമെൻറ്റ് പ്രകാരം ഒരു വ്യക്തി 365 ദിവസത്തിൽ പകുതി ദിവസം പോലും ജോലി കിട്ടാതിരിക്കുന്ന വ്യക്തിയെ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയും. അപ്പോൾ ഇതിലെ കണക്ക് പ്രകാരം 2009-2010 കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഏറ്റവും കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്, ഗ്രാമങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഗ്രാമങ്ങളിൽ മെഷർ ചെയ്യുന്നുണ്ട്, ഇത് നഗരങ്ങളിലും മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിൽ, ഇന്ത്യൻ ഗ്രാമങ്ങൾ മൊത്തവും മെഷർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു നിൽക്കുന്നത് രാജസ്ഥാനിലും, ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതൽ നിൽക്കുന്നത് കേരളത്തിലുമാണ്. ഇനി ഇത് നഗരത്തിൻ്റെ കണക്കിലെടുക്കുകയാണെന്ന് വെച്ചാൽ നഗരങ്ങളിൽ ഏറ്റവും കുറവ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത് നേരത്തെ പോലെ ഗുജറാത്തിലും, ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിലെ പോലെ തന്നെ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത് കേരളത്തിലാണ്. ഏകദേശം 73 എന്നാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അതായത് 1000 ആൾക്കാരെ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അതിൽ 73% ഒരു വർഷത്തിൻ്റെ മേജർ പോർഷനും അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ഡാറ്റ പറയുന്നത് പ്രകാരം. ആൻഡ് നെക്സ്റ്റ്, പോളിസീസ് സ്കീംസ് ഫോർ ഇറാഡിക്കേറ്റിംഗ് പോവേർട്ടി, ഇൻഇക്വാലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ എന്തൊക്കെ പോളിസീസ് ആൻഡ് സ്കീംസാണ് ഈ ദാരിദ്ര്യം, ഇൻഇക്വാലിറ്റി ഇല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയവ ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും ഒരുപോലെ എടുത്തിരിക്കുന്നത് എന്നതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2016-17 ബഡ്ജറ്റ് പറയുന്നത് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ GDPയിൽ ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തുമ്പോൾ ബഡ്ജറ്റ് അലോക്കേഷൻ എത്ര ചിലവ് ചെയ്യണം ഓരോന്നിലും എന്ന് കണക്കിലെടുക്കുമ്പോൾ അതിൽ GDPൻ്റെ 5% ഈ സ്കീമുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതായത് ഫ്യൂച്ചറിൽ എത്ര ചിലവ് വേണം എന്നിട്ട് നോക്കുമ്പോൾ പോളിസീസ് ആൻഡ് സ്കീംസ് ഈ പോവർട്ടി, ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകൾക്ക് വേണ്ടിയിട്ട് 5% GDPൻ്റെ 5% ഇവർ മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ധാരാളം സ്കീംസും പോളിസീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സ്കീമുകളെല്ലാം തന്നെ ഒരു പരിധി വരെ ഇക്കോണമിയിൽ പോവർട്ടി കുറയ്ക്കാനും ഇൻഇക്വാലിറ്റി ഇല്ലാതാക്കാനും ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ അങ്ങനത്തെ സ്കീമുകളും പ്രോഗ്രാംസും എന്ന് നോക്കാം. ഫസ്റ്റത്തേത്, ഇതിൽ ഒരുപാട് സ്കീമുകൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP. ഇത് 1980 ഒക്ടോബർ 2 ഒരു ഗാന്ധി ജയന്തി ദിവസമാണ്. ഒക്ടോബർ 2, 1980 ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പോവർട്ടി ഇല്ലാതാക്കുക, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നതാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ഇത്. ആൻഡ് ഇത് പ്രകാരം എങ്ങനെ പോവർട്ടി ഇല്ലെങ്കിൽ പുവർ എന്നുള്ള ഏരിയയിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാമെന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെ അവർക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലവും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ടും കൂടുതൽ അവർക്ക് ട്രെയിനിങ്ങുകളും സ്കില്ലുകളും പ്രൊവൈഡ് ചെയ്യുന്നത് മൂലവുമാണ് ഇതിലത്തെ സാധാരണ ജനങ്ങളുടെ, അതായത് ടാർഗറ്റഡ് പീപ്പിളായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അടുത്തത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം 1980 തന്നെയാണ് ലോഞ്ച് ചെയ്തത്. 6ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഈ സ്കീമിൽ മെയിനായിട്ടും പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയും റൂറലിലുള്ള ആൾക്കാർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ്. ഇതിന് ഫണ്ട് ഏകദേശം 50% ഫണ്ട് പ്രൊവൈഡ് ചെയ്തത്
സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 50% ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് റൺ ചെയ്തത്. ആൻഡ് അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊഴിലുറപ്പ് പദ്ധതി. അത് കറക്റ്റായി പറയുമ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ആദ്യം ഇത് NRGA, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു 1980. അതിനുശേഷം നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആയിട്ട് വന്നു. അതെപ്പോഴാണെന്ന് വെച്ചാൽ February 2, 2006 വന്നത്. പക്ഷേ ഇതിന് ശേഷം അത് റീനെയിം ചെയ്തു. മഹാത്മാഗാന്ധിന്നും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആയിട്ട് ഒക്ടോബർ 2, 2009 വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക്, അഡൾട്ട് മെമ്പർ 18 വയസ്സിന് മേലുള്ളവർക്ക്, അൺസ്കിൽഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ, എന്ത് പണിയും ചെയ്യാനുള്ള തയ്യാറായിട്ടുള്ള വ്യക്തികൾക്ക് ജോലി 100 ദിവസത്തിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഉറപ്പ് നൽകുകയാണ്. 100 ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യണം. ഇത് പ്രകാരം അവിടെ അഡൾട്ട് മെമ്പേഴ്സ് പഞ്ചായത്തിൽ പോയിട്ട് ഇതിൻ്റെ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയും, അപ്പോൾ അങ്ങനെ ആ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികൾക്ക് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരുടെ ജോബ് കാർഡ് കൊടുക്കും. അങ്ങനെ ജോബ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജോബ് കാർഡ് കൊടുക്കുകയും ആ ജോബ് കാർഡ് കൈ കിട്ടിയതിന് ശേഷം 14 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകാരം അവർക്ക് 100 ദിവസത്തെ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ജോലിയും ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാതിരുന്നവർക്ക് 100 ദിവസത്തെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഇൻകവും ജോലിയും പ്രൊവൈഡ് ചെയ്യും. ജോലി ചെയ്യണം, അത് മുഖാന്തരം ഇൻകം കിട്ടുകയും ചെയ്യും. അപ്പോൾ വരുമാനം കിട്ടുന്നതിലൂടെ അവരുടെ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലുള്ളവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ബെറ്റർ ആക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് രണ്ടാമത്തത് ഈ റൂറൽ ഏരിയയിൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഈ MGNREGA എന്നൊക്കെ പറയുന്നത് പ്രകാരം എന്താണ്, ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ കുളങ്ങൾ നിർമ്മിക്കുക, തോടുകൾ, മറ്റും പല ആക്ടിവിറ്റീസുമാണ് ഇവർ തൊഴിലുറപ്പ് പദ്ധതി വഴി ചെയ്യുക. അപ്പോൾ ഇതുമൂലം എന്തുണ്ടാകും? ഗ്രാമങ്ങളിലൊക്കെ അസറ്റ് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചറിൽ ഇൻകവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് MGNREGA. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സ്കിൽ ഇന്ത്യ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയ പോയിൻ്റാണ് ഇത്. സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്കീമായിട്ട് ഒരു ക്യാമ്പയിനാണ്. വൺ ഓഫ് ദ ക്യാമ്പയിനാണ് സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2015 ജൂലൈ 15 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 400 മില്യൺ ജനങ്ങൾക്ക് ഈ 2022 എന്നുള്ള വർഷത്തിൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയും അവർ ആ സ്കിൽ യൂസ് ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ജോബ് അറ്റൈൻ ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്കിൽ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഇത് പ്രകാരം ധാരാളം ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ, നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് 2005, പ്രധാൻ മന്ത്രി കൗശൽ വികാസ് യോജന ആൻഡ് സ്കിൽ ലോൺ സ്കീം. അങ്ങനത്തെ ഒരുപാട് സ്കീമുകൾ ഈ സ്കിൽ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ആൻഡ് അടുത്തതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM എന്ന് പറയും. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കൊണ്ടുവന്ന മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന പ്രോഗ്രാമാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്. ഇത് പ്രകാരം അവരെന്താണെന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ സ്വയം ജോലി കണ്ടെത്തുകയും സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ റൂറൽ പുവർ, റൂറൽ ഏരിയയിലുള്ളവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് NRLM എന്ന് പറയുന്നത്. ഇത് 2011 ലോഞ്ച് ചെയ്തത്. ഇതിനുള്ള ഫണ്ടുകൾ, അതായത് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വേൾഡ് ബാങ്കാണ്. ഈ വേൾഡ് ബാങ്ക് ഏകദേശം $1 ബില്യൺ $1 ബില്യൺ ഇന്ത്യക്ക് വേണ്ടി നൽകിയത്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് വേണ്ടി നൽകിയത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് സ്കീം വാസ് പ്രധാൻ മന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. ആ ടേമിൽ തന്നെ ഉണ്ട് എന്താണ്, ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്
ഗ്രാമീൺ മീൻസ് റൂറൽ ഏരിയയിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്ന് പറയുന്നത്. ഏകദേശം 6 കോടി ഗ്രാമങ്ങളിലുള്ള ഹൗസ് ഹോൾഡിൽ വസിക്കുന്നവർക്ക് ഡിജിറ്റൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 2019 കാലയളവിൽ എല്ലാവർക്കും ഡിജിറ്റൽ ലിറ്ററസി റൂറൽ ഏരിയയിലുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള എയിമോട് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രോഗ്രാമാണ് ഇത്. ഇത് യൂണിയൻ ബഡ്ജറ്റിൻ 2016-17 ഉടലെടുത്ത ആശയമാണ്. ആൻഡ് ബേസിക്കായിട്ടും ഡിജിറ്റൽ ലിറ്ററസി കിട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അവിടെയുള്ള സിറ്റിസൺസിനെ, പൗരന്മാർക്ക് ശാക്തീകരണം ഉണ്ടാകും, എംപവറിങ് ചെയ്യാൻ പറ്റും. അതുമൂലം അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നോളേജ് ആൻഡ് സ്കിൽസ് ഫോർ ഓപ്പറേറ്റിംഗ് കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ ആക്സസ് ഡിവൈസസ് ഒക്കെ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ ലിറ്ററസി ലിറ്ററസീസ് എല്ലാവർക്കും എത്താനും പറ്റും, എല്ലാവർക്കും അറ്റൈൻ ചെയ്യാനും പറ്റും. അതിനെയാണ് ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദീക്ഷ എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ മുന്നേ ഡിസ്കസ് ചെയ്ത് പോയതാണ്. മുന്നേ ബ്ലാക്ക് ബോർഡ് എന്നുള്ള സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ വൈറ്റ് ബോർഡ്, പിന്നെ സ്മാർട്ട് ബോർഡ്, അതിൽ നിന്ന് ഇപ്പോൾ എന്തായി ഡിജിറ്റൽ ബോർഡ് എന്നുള്ള സംവിധാനത്തിൽ വരെ എത്തി. ദ ട്രാൻസ്ഫോർമേഷൻ ടു ഡിജിറ്റൽ ബ്ലാക്ക് ബോർഡ്, ഡിജിറ്റൽ ബോർഡ് എന്നുള്ളതിലാണ് ഈ ദീക്ഷൻ്റെ ഒരു മെയിൻ ഏരിയ ആയിട്ട് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അവർക്ക് റിസോഴ്സസ് ഷെയർ ചെയ്യാനും ടീച്ചിങ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യാൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിൻ്റെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ദീക്ഷ. അപ്പോൾ ഇത് പ്രകാരം എന്താണ്, കൂടുതൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ദീക്ഷ എന്നുള്ള സ്കീം കൊണ്ടുവന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റിവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ. ഇത് 2018-19 യൂണിയൻ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് ഇത്. ഇത് പ്രകാരം 2022 ആകുമ്പോഴേക്കും ഏകദേശം 1 കോടി രൂപ ടോട്ടൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 4 വർഷ കാലയളവിൻ്റെ ഉള്ളിൽ 2018-19 ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള 4 വർഷ കാലയളവിൽ 1 കോടി രൂപ ടോട്ടൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് മൂലം കൂടുതൽ എഡ്യൂക്കേഷൻസ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റർപ്രനേഴ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, സ്വയം സംരംഭകരുടെ എണ്ണം കൂട്ടാനും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡപ്പ് സ്കീം എന്നുള്ളതും ഇതുപോലത്തെ ഒരു സ്കീം തന്നെയാണ്. April 5, 2016 ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് SC/ST കാറ്റഗറി, അതുപോലെ തന്നെ വുമൺ കാറ്റഗറിയിലുള്ളവർക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുക. 10 ലക്ഷം മുതൽ 1 കോടി വരെ ലോണ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ലോണ് യൂസ് ചെയ്തിട്ട് അവർ കൂടുതൽ എൻ്റർപ്രനർ ആവുക, സ്വയം ജോബ് ക്രിയേറ്റ് ചെയ്യുകയും ജോബ് അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളവരിൽ നിന്നും ജോബ് ക്രിയേറ്റർ എന്നുള്ള പൊസിഷൻ, ജോലി അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ള പൊസിഷനിൽ നിന്നും മാറി ജോബ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തത്. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ SC/ST വുമൺ മൈനോറിറ്റി കാറ്റഗറിയിലുള്ളവർക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതുമൂലം പ്രൊമോട്ടിങ് എൻ്റർപ്രണർഷിപ്പ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഇനിയും ധാരാളം സ്കീമുകളുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള സ്കീമുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതാണ് IRDP, NREP, MGNREGA, സ്കിൽ ഇന്ത്യ, NRLM ആൻഡ് ദീക്ഷ, പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയവയൊക്കെ, ആൻഡ് റൈസ് തുടങ്ങിയ സ്കീമുകളെല്ലാം. ദാറ്റ്സ് ഓൾ.